പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾ, കർത്താവെ, അങ്ങയുടെ ശക്തിയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ജീവിത വഴികളിൽ പലപ്പോഴും കാറ്റും കോളുകളൊക്കെ ഉണ്ടാകുമ്പോൾ കർത്താവെ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സ്ഥിരതയുള്ളവരായിരിക്കാൻ വേണ്ട കൃപ നൽകണമേ. അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ ശക്തമായ സാന്നിധ്യം കർത്താവെ, അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം, ഞങ്ങൾ അനുഭവിക്കുന്ന സുരക്ഷിത ബോധം ഞങ്ങളിൽ എപ്പോഴും നിലനിൽക്കട്ടെ. കർത്താവെ, അങ്ങയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, ആ സന്തോഷത്തിൽ ജീവിക്കാനുള്ള കൃപാവരം, വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 14-ാം അധ്യായം അതിന്റെ 30-ാമത്തെ തിരുവചനം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ, വെള്ളത്തിനു മീതെ നടക്കുന്ന ഈശോ, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. കർത്താവ് സാന്നിധ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ പോകുന്നതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഇവിടെ പറയുന്നത്, കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയപ്പെട്ടു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവെ, രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്തിന്? നമ്മള് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 29-30 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത വഴികളിലൊക്കെ കാറ്റ് പലപ്പോഴും കടന്ന് വെള്ളത്തിൽ നമ്മൾ വീണ് പോകുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, പത്രോസ് വെള്ളത്തിന്റെ മേൽ നടക്കുന്നു, പക്ഷേ കാറ്റ് കണ്ടപ്പോൾ അയാൾ മുങ്ങിത്താഴുകയാണ്. വിശുദ്ധ പത്രോസിന്റെ ജീവിതം. അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത്, ആ കാറ്റ് മാറിയതോടുകൂടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന, അത് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല, യേശുവിലേക്കുള്ള കണ്ണ്, കർത്താവിൽ കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ പത്രോസിന് ജലത്തിന്റെ മീതെ നടക്കാനായിട്ട് സാധിച്ചു. എന്നാൽ എപ്പോൾ യേശുവിന്റെ മുഖത്തു നിന്നും കർത്താവിന്റെ സാന്നിധ്യം മറന്നപ്പോൾ ഭയം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം വെള്ളത്തിൽ മുങ്ങിത്താഴുകയാണ്. പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഈ ശക്തമായ സാന്നിധ്യം, കരം പിടിച്ചു നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മൾ ചലിക്കുന്ന, നമ്മൾ യാത്ര ചെയ്യുന്ന ഈ വഞ്ചിയുടെ വള്ളത്തിന്റെ അമരത്ത് അവിടെ നിന്നുണ്ട്. അവിടുന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മളെ കരുതലോടെ കാക്കുന്നുണ്ട്. ആ സാന്നിധ്യം ഓർത്താൽ മതി. അവിടുത്തെ മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ മതി. കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഒരിക്കലും സംശയം നമ്മളെ ഒരിക്കലും മുന്നോട്ട് നയിക്കരുത്. എൻ്റെ കർത്താവ് അവിടുന്ന് എന്നെ സഹായിക്കും. അപ്പൊ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവ സാന്നിധ്യം ഉണ്ടായാലും നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റിയില്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾക്ക് നമ്മൾ ആടി ഉലയും. പലപ്പോഴും നമുക്കറിയാം, ദൈവത്തിൽ നിന്നും നമ്മുടെ കണ്ണുകൾ എടുക്കുമ്പോൾ നമ്മൾ വീണു പോകും. ജീവിത പ്രതിസന്ധികളിലൊക്കെ കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവിടുത്തോട് കൂടെ നടക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ജനുവരി മാസത്തിന്റെ 19-ാം തീയതി നമ്മൾ ആയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചത് ദൈവ സാന്നിധ്യമാണ്. കൂടെ നടക്കുന്ന ദൈവം ഇമ്മാനുവേലായി അവിടുന്ന് നിന്നോടൊപ്പം കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ധനകാലത്ത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് അവിടുന്ന് ദൈവപുത്രനാണ് എന്നുള്ളതാണ്. കൂടെ നടക്കുന്ന ദൈവം, ശക്തിയുള്ള തമ്പുരാൻ, നമുക്ക് ജീവൻ നൽകുന്നവൻ, കരം പിടിച്ച് നടത്തുന്നവൻ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ വരട്ടെ, രോഗം വരട്ടെ, തകർച്ച വരട്ടെ, പരാജയം ഉണ്ടാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകട്ടെ, എങ്കിലും ഞാൻ അജഞ്ചലനായി കർത്താവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയമുള്ളവർ, ഞാനും നിങ്ങളൊക്കെ പറയാൻ പറ്റണം. നമുക്ക് അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ യേശുവിലുള്ള വിശ്വാസം ഏറ്റു പറയാൻ നമുക്ക് സാധിക്കട്ടെ. പതറിപ്പോകുന്നവരാകരുത്. നമ്മൾ ഉറച്ചു നിൽക്കുന്ന പാറ പോലെ ഉറച്ചു നിൽക്കുന്നവരാകണം. അതിനായിട്ട് കർത്താവിൽ നമ്മുടെ കണ്ണുകളെ ഉറപ്പിക്കാം. അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയാം. അവിടുത്തോട് ചേർന്ന് നടക്കാം. അവിടുത്തെ ശക്തി നമ്മളിൽ നിറയട്ടെ. മറ്റൊന്നിനും യേശുവിൽ നിന്നും എന്നെ വേർപെടുത്താൻ സാധിക്കില്ല. എന്റെ ജീവിതത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, എന്തു തന്നെ വന്നാലും, പട്ടിണി വന്നാലും, നഗ്നത വന്നാലും, കാരാഗ്രഹം വന്നാലും, വാള് വന്നാലും, എന്തു വന്നാലും വേണ്ടില്ല, എന്റെ കർത്താവിൽ ഞാൻ ചേർന്ന് നിൽക്കും. അവിടുത്തെ ശക്തി എന്നിൽ നിറയുമ്പോൾ എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. വിശ്വാസത്തിൽ ആഴപ്പെടാം. കർത്താവായ ദൈവമേ, അങ്ങ് എനിക്ക് തന്ന ഈ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഈ വചനം കേട്ട് കർത്താവെ, അങ്ങിൽ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള കൃപ എനിക്ക് നൽകണമേ. കണ്ണുകൾ അങ്ങിൽ ഉറപ്പിക്കട്ടെ. അങ്ങയോട് ചേർന്ന് ഞാൻ ജീവിതം നയിക്കട്ടെ. ജീവിത വഴികളിൽ എന്ത് പ്രതിസന്ധി വന്നാലും അചഞ്ചലമായ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള കൃപാവരം എളിയവനായി എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.